BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ കോൺഗ്രസ് ഉചിതമായ നടപടിയെടുത്തിട്ടുണ്ടെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ഇനി കോൺഗ്രസ് മറുപടി പറയേണ്ട കാര്യമില്ല. ഈ വിഷയത്തിൽ കോൺഗ്രസ് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞുവെന്നും ഇനി കോൺഗ്രസ് എന്താണ് ചെയ്യേണ്ടതെന്നും കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. മലപ്പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അല്ല, അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഒരു വ്യക്തി മാത്രമാണ്. കോൺഗ്രസ് അതിന് മറുപടി പറയേണ്ട യാതൊരു കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ, ഒരു വ്യക്തി എന്തെങ്കിലും ചെയ്ത കാര്യങ്ങൾ നിരന്തരം പുറത്തു വരുമ്പോൾ അത് നേരിടേണ്ട ഉത്തരവാദിത്വം ആ വ്യക്തിക്കാണ്. അത് കോൺഗ്രസ് എത്രയോ തവണ ആവർത്തിച്ച് അത് വ്യക്തമാക്കി കഴിഞ്ഞ സ്ഥിതിക്ക് അതിൻ്റെ നിയമം അതിൻ്റെ വഴിക്ക് പോകുന്നല്ലാതെ അതിന് മറുപടി പറയേണ്ട യാതൊരു ഉത്തരവാദിത്വം ഇപ്പോൾ കോൺഗ്രസിനില്ല എന്നുള്ളതാണ് വസ്തുത. ഒരു ബാധിച്ചിട്ടില്ലല്ലോ. ഇത് കത്തിന്നപ്പോഴല്ലേ ലോക്കൽ ബോഡി ഇലക്ഷൻ നടന്നത്. തീരെ ബാധിച്ചിട്ടില്ലല്ലോ. കാരണം ഫസ്റ്റ് ഡേ തന്നെ അതിന് വേണ്ട സ്റ്റെപ്പ് കോൺഗ്രസ് എടുത്തതുകൊണ്ട് ജനങ്ങൾക്കറിയാം. വാർത്താമാധ്യമങ്ങളത് ആവർത്തിച്ച് കൊടുക്കുന്നു എന്നല്ലാതെ ആ കാര്യത്തിൽ ജനങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം അവർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രകടമാക്കുകയും ചെയ്തു. പിന്നെ അത് സംബന്ധിച്ച് വരുന്ന കാര്യങ്ങൾക്ക് ഇനി ആ വ്യക്തി മറുപടി പറയാന്നല്ലാതെ പാർട്ടി മറുപടി പറയേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും കോൺഗ്രസ് അന്ന് നിലപാടെടുത്തതുകൊണ്ട് കോൺഗ്രസ് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഇത് മുഴുവൻ കോൺഗ്രസിന് തലയിൽ കിടന്നേനെ. അത് കോൺഗ്രസിന്റെ മാതൃക വളരെ യൂണിക്കായിട്ടുള്ള ഒന്ന് തന്നെയാണ്. കാരണം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഉണ്ടായതിൽ വെച്ച് ഏറ്റവും ആപ്റ്റായിട്ട് സമയത്തിന് തീരുമാനമെടുത്ത ഒരു കേസാണത്. അതുകൊണ്ട് ഇനി അതിൽ കോൺഗ്രസിന് മറുപടി പറയേണ്ട കാര്യമില്ല. കാര്യങ്ങൾ അതിൻ്റെ വഴിക്ക് പോകും, നിയമങ്ങൾ അതിൻ്റെ വഴിക്ക് പോകുന്നേ ഉള്ളൂ. അല്ല, അത് ഇപ്പം ഈ ശബരിമല വിഷയത്തിൽ ജനവികാരം എന്താണെന്ന് പ്രകടമായതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് സംബന്ധിച്ച സത്യസന്ധമായ നടപടികൾ ആവശ്യമാണ്. കേസിൻ്റെ മെറിറ്റിൽ കയറി ഞാൻ അഭിപ്രായം പറയുന്നില്ല. പക്ഷേ രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടി ശബരിമല ഉപയോഗിച്ചാൽ എന്താ ഉണ്ടാവുക എന്നുള്ളതിപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് തെളിയിച്ചു. അത് അവിടെ സംഗമം നടത്തിയിട്ടും അതുപോലെ തന്നെ ബാക്കിയുള്ളതൊന്നും കാര്യമില്ല. അത് UDF ഒക്കെ ചെയ്തിരുന്ന പോലെ ശബരിമലയെ പവിത്രമായി കണ്ട് ഫ്രീ ആക്കി വിടുകയാണ്. അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്. ഇത് നല്ലൊരു രാഷ്ട്രീയമായതാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെ പോയാൽ കിട്ടും എന്നുള്ളത് 2 പ്രാവശ്യമായി. ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ സ്ത്രീ പ്രവേശനമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോഴും ഒന്ന് കിട്ടി. അതേപോലെ തന്നെ ഇപ്പോൾ സംഗമമൊക്കെ നടത്തി ഇരുന്ന് ആ സമയത്ത് ശബരിമല വന്നപ്പോൾ അതിലെടുത്ത സ്റ്റെപ്പ് പാളി. അതിൽ വീണ്ടും ജനങ്ങളിരുന്ന് തിരിച്ചടി കിട്ടി. ഇനി എടുക്കുന്ന സ്റ്റെപ്പ് അവർ കുറച്ച് സൂക്ഷിച്ച് ചെയ്തോട്ടെ, അതാ നല്ലത്. ഞങ്ങൾക്കാർക്കും ശബരിമലയുടെ കാര്യത്തിൽ ഒരു കാലത്തും അതിനകത്തിലിരിക്കുമ്പോൾ പാളിയിട്ടില്ല. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.